കൂട്ടുകാരെ, എനിക്ക് ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് പറയാം. കാരണം എൻ്റെ 5 വർഷത്തെ ഒരു പ്രയത്നത്തിന് ഇന്നാണ് ഫലം കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാ ആൾക്കാർക്കും യൂട്യൂബ് ഒന്ന് മോണിറ്റൈസേഷൻ ആക്കണമെന്നാണ് എല്ലാ യൂട്യൂബ് ചെയ്യുന്നവരുടെയും മനസ്സിലൊരു പ്രാർത്ഥനയും ആ കഷ്ടപ്പാട് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. ഞാനും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഒരാൾക്കാർക്ക് 1-2 വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ യൂട്യൂബിൽ ക്ലിക്കാവും. പക്ഷേ എനിക്ക് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ആദ്യമേ വീഡിയോ ഇട്ട സമയത്ത് 1000-2000 സബ്സ്ക്രൈബറൊക്കെ പെട്ടെന്ന് കൂടി. പക്ഷേ അവിടുന്ന് എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്ന് എനിക്ക് ഫോണില്ലാതെ ഇപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ഇടാതെയൊക്കെ വന്ന് പിന്നെ എനിക്ക് യൂട്യൂബ് തുടങ്ങി തന്നത് എൻ്റെ അനിയനാണ്. അവനോട് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട്. ഒരനിയൻ എനിക്ക് വീഡിയോ എടുത്തു തന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവരോട് രണ്ടുപേരോടും ഒത്തിരി സ്നേഹവും നന്ദിയൊക്കെ പറയാനുണ്ട്. പിന്നെ എടുത്തു തരാതിരിക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് എനിക്ക് വീഡിയോ ഫോണില്ലാഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്ന് അങ്ങനെ 3 വർഷത്തോളം വീഡിയോ ഇടാതിരുന്നു. പിന്നെ 2 വർഷം ആയിട്ട് ഞാനിപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ യൂട്യൂബിൽ ഇട്ടേണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ 1-2 വ്യൂസ് 10 വ്യൂസൊക്കെ വെച്ചായിരുന്നു. എന്നാലും ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ യൂട്യൂബിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വീഡിയോ ഇട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വീഡിയോ റീച്ചാകാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ ലൈവിൽ വന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് സൂപ്പർ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ പ്രത്യേകം നന്ദിയുണ്ട്. പക്ഷേ പേരെടുത്തിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അവർക്കൊരു വിഷമം തോന്നും. ഞാനിപ്പോൾ ഈ സന്തോഷത്തിൽ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറയുമ്പോൾ പേരൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈവിൽ വരുന്നവർ ആണേലും അതുപോലെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണേലും ഒത്തിരി പേര് വീഡിയോ വാച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ മാത്രമാണ് നമ്മളോട് ചീത്ത പറയുക, മോശമൊക്കെ പറയുകയും ഒക്കെ ചെയ്തത്. എന്നാലും എനിക്ക് അവരോട് ഒരു നെഗറ്റീവ് കമൻറ്റ്സ് അയച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അവരോട് ഒരു പിണക്കോ ദേഷ്യമൊന്നുമില്ല. എന്നോട് വേറെ പണിക്ക് പോടാ, എന്താ വീട്ടിൽ ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെ നല്ല ഇത് ഉദ്ദേശമായിരിക്കും പറഞ്ഞതെന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ല, എനിക്ക് അവരോട് ഒരു പിണക്കോ ഒരു വൈരാഗ്യമോ ഒന്നും എൻ്റെ മനസ്സിലില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ പോയവരും അൺസബ്സ്ക്രൈബ് ചെയ്തവരും ഒക്കെ ഉണ്ട്, വീഡിയോ വാച്ച് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ വാച്ച് ചെയ്തവരോടും എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ചില സംശയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുന്നത് നമ്മുടെ ജിജോ ചേട്ടനോടും ശ്രീനിത്യ ചേച്ചിയുടെ ഹസ്ബൻഡിനോടൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ എനിക്ക് അത് പറഞ്ഞു തരുമായിരുന്നു. അവരുടെ വീഡിയോ ആണ് ഞാൻ കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ അവരെ വിളിച്ച് സംശയം ചോദിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു തരും, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഈ സമയത്ത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയിരിക്കുന്നത്. 1 വർഷത്തെ കഷ്ടപ്പാടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സന്തോഷം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. 5 വർഷം കൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് 3400 മേളിൽ വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. 3500-600 അങ്ങാണ്ടായി. അത്രയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബിഗ് ബോസിൻ്റെ ആണെങ്കിലും റിവ്യൂ വീഡിയോസ് ആണെങ്കിലും എല്ലാം ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ഇട്ട് ഓരോ ദിവസം ഉറങ്ങാതെ രാത്രി അണച്ചു വരെ ഇരുന്ന് വീഡിയോ എടുത്ത് 11-12 മണിക്ക് വരെയൊക്കെ വീഡിയോ ഇട്ട ദിവസങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ട്. അപ്പോൾ യൂട്യൂബിൽ ക്ലിക്കാകുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു മനസ്സിലെ ഒരാഗ്രഹം. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമുക്ക് ആർക്കും സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നമുക്ക് കഷ്ടപ്പാട് ചെയ്യാൻ പറ്റുമെന്നൊരു മനസ്സിലൊരു വിചാരം ഉണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും തളരാത്തൊരു മനസ്സാണെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബ് കൊണ്ട് ക്ലിക്കാകാൻ പറ്റും. എനിക്ക് യൂട്യൂബിൽ നെറ്റൊക്കെ എപ്പോഴും പ്രശ്നമായിരുന്നു. ചില സമയത്ത് നെറ്റ് കട്ടായി പോകും. BSNL സിം ആയതുകൊണ്ട് പല രീതിയിലായിരുന്നു. പിന്നെ നെറ്റും കോളും കൂടെ 200 രൂപയ്ക്ക് അച്ഛൻ എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ ചാർജ് ചെയ്ത് തരും. പിന്നെ അത് പോരാതെ എക്സ്ട്രാ ആയിട്ട് എല്ലാ ദിവസവും 16 രൂപയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ 7 ദിവസത്തെ പ്ലാൻ ചെയ്യുമായിരുന്നു 58 രൂപയ്ക്ക്. അങ്ങനെ ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരുന്നു. എന്നാലും ചില ദിവസങ്ങളിലൊന്നും നെറ്റ് കിട്ടത്തില്ല. ഈ BSNL അൺലിമിറ്റഡ് നെറ്റ് ഇല്ല. അപ്പോൾ എന്നോട് ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇങ്ങനെ വോഡഫോണിൽ ഒരു സിം ഉണ്ട് ചേട്ടാ, അതെടുക്കുക എന്ന് വിഷ്ണു എന്നോട് അവൻ പറഞ്ഞ് വോഡഫോൺ അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് കിട്ടും, അതെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ചാർജ് ചെയ്തപ്പോൾ തൊട്ടാണ് എനിക്ക് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലാന്നെങ്കിൽ എനിക്കിപ്പോൾ പറ്റത്തില്ലായിരുന്നു. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നെറ്റ് തീരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ വിളിച്ച് പറയുന്നത് എൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ അനിയനായ നാസിമിൻ്റെ അനിയനായ നിസാമിനോടാണ്. അപ്പോൾ അവൻ എനിക്ക് ചാർജ് ചെയ്ത് തരുമായിരുന്നു. അപ്പം പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും അവൻ അങ്ങനെ എന്നെ സഹായിക്കുമായിരുന്നു. പിന്നെ എനിക്ക് നെറ്റ് തീരുമ്പം ഞാൻ എൻ്റെ വേറെ കൂട്ടുകാരനുണ്ട് പോലീസിൽ വർക്ക് ചെയ്യുന്ന വിഷ്ണു സതീശൻ, അവനോട് പറയാറുണ്ട്. അപ്പോൾ അവൻ എനിക്ക് പൈസ ഇട്ട് തരും. അങ്ങനെ അവനുമൊക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അടുത്തുള്ള
ആൾക്കാരോടൊക്കെ ഞാൻ പൈസ തീർന്നു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം തന്നവരുണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കിടപ്പില്ലെന്ന് പറഞ്ഞ് എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, 1-2 പേര് പറഞ്ഞിട്ടുണ്ട് പൈസ ഇല്ല, അക്കൗണ്ടിലില്ല, അത്രയും കിടപ്പില്ലെന്നൊക്കെ പറഞ്ഞവരും ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവരോടും ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. നമ്മൾ സപ്പോർട്ട് ചെയ്തവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. എല്ലാ ഭാഗത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരുന്നത് കൂടുതൽ നെഗറ്റീവായിരിക്കാം, അല്ലെങ്കിൽ നന്മയുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മൾ ആ നെഗറ്റീവിനെ പോലും പോസിറ്റീവാക്കി എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് സഹായിച്ച ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിങ്ങളോടെല്ലാവരോടും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത, ഞാനിടുന്ന വീഡിയോ വാച്ച് ചെയ്ത് എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാരായിട്ട് നിന്ന, എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത് സൂപ്പർ ചാറ്റിയോട് മാത്രമല്ല എല്ലാ ആൾക്കാരും എന്നെ സപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരോടും ഒത്തിരി നന്ദി, സ്നേഹമുണ്ട്. സൂപ്പർ ചാറ്റ് ചെയ്യുന്നവരോട് ഞാൻ ഇങ്ങനെയായിരുന്നു പറയാറുള്ളത്, എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി എന്നേ പറയാറുള്ളൂ. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് എല്ലാ മനുഷ്യരും നടക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത പൈസ ആരും ഇടുന്നത് എനിക്കും വിഷമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, ആരും അങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്ന്. അങ്ങനെ ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ട്. നമ്മളെ കമൻ്റ് അയച്ച് സപ്പോർട്ട് ചെയ്യുന്നവർ, വീഡിയോ വാച്ച് ചെയ്യുന്നവർ, അങ്ങനെ എല്ലാം അത് പറഞ്ഞാൽ തീർക്കാനൊക്കത്തില്ല. അതിന് മാത്രം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. ചീത്ത പറയുന്നവരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ചീത്ത പറയുന്നവരാണേലും അവരോട് ഒരു പിണക്കവും ഇല്ല. അവരോട് എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും അവരോട് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അവരെ ഞാൻ പ്രാഗിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഒരു വിഷമം അങ്ങനെ ആരോടും പറയാനില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും ഒത്തിരി നന്ദി, സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാകണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം. വീഡിയോ വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്കിപ്പം $100 ആയിട്ടില്ല, പകുതി പോലും ആയിട്ടില്ല. $100 ആയാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. $100 ആക്കുക എന്നുള്ളത് ഇത് ഇപ്പം നമ്മൾ മോട്ടിവേഷൻ ആയതിനെക്കാട്ടിലും വലിയ ടാസ്ക്കാണ്. എല്ലാവർക്കും തോന്നും മോട്ടിവേഷൻ ആയ പൈസ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾക്ക് വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് ഡോളർ കൂടുന്നത്. ഡോളർ 100 ആയാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതാണ്ട് 8000 രൂപയോ അതിനടുത്തങ്ങാണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ അത്രയാണെങ്കിൽ പോലും എനിക്കിത് വലിയൊരു എമൗണ്ട് ആയിട്ടാണ് തോന്നുന്നത്. നമ്മളൊന്നുമില്ലായ്മയെന്ന് ഇവിടം ഇപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഇത് ക്ലിക്കാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. 8000 രൂപയാണേലും 10000 രൂപയാണേലും എത്ര കിട്ടുന്നത് എത്രയാണെന്നിരുന്നാലും നമുക്കൊരു സന്തോഷം തന്നെയുള്ള കാര്യമാണ്. അത് എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ തന്നെ എനിക്കും ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഈ നിമിഷത്തെ സന്തോഷം എനിക്ക് നിങ്ങളോടൊക്കെ പങ്കുവെക്കണമെന്ന് തോന്നി. അപ്പം നിങ്ങളോടായിട്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. അപ്പം എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് ഇനിയും തുടർന്നും ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ടാറ്റ.